രേണുസുതിക്ക് രണ്ടാമത്തെ കീമോ നാളെ നടക്കാൻ പോവുകയാണ്. ഒരു കീമോ കഴിഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും ഭക്ഷണം കഴിക്കാണ്ടും ഛർദിയും അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, വേദനയൊക്കെ. അതിനൊക്കെ തരണം ചെയ്ത് മറികടന്ന് രണ്ടാമത്തെ കീമയ്ക്ക് വേണ്ടിയിട്ട് നാളെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തെങ്കിലും നിങ്ങളൊന്ന് തെറി വിളിക്കാണ്ടിരിക്കുക, ചീത്ത പറയാണ്ടിരിക്കുക, അസഭ്യം പറയാണ്ടിരിക്കുക. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇതുകൊണ്ട് എന്ത് നിങ്ങൾക്ക് നേട്ടം? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും പറഞ്ഞാൽ രേണു എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾ ആരും അരി മേടിക്കില്ലെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊന്നും 10 പൈസ കിട്ടാനുള്ള സാധ്യതയില്ല. നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ച് കണ്ടൻറ്റ് ഉണ്ടാക്കുക. ഇഷ്ടം പോലെ കണ്ടൻറ്റ് ഉണ്ടല്ലോ. എന്തിനാണ് ഈ രേണു ക്യാൻസറായി കിടക്കുന്ന രേണുവിനെ ഇങ്ങനെ കിടന്നിട്ട് എത്ര വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കണമെന്ന് അറിയാം. ഇതൊക്കെ അവരെന്നെ രേണുവിൻ്റെ വീഡിയോ ചെയ്ത് ആയിരങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരാണ് ഈ രേണുവിനെ തന്നെ വന്ന് തെറി പറയണത്. ഇപ്പോൾ രേണു കീമയ്ക്ക് നാളെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് തെറി. ഞാനത് പറയണില്ല, എൻ്റെ നാവുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ വാക്കുകളും ആ കമൻറ്റും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എഴുതിയ കമൻറ്റ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ നാവുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ശിക്ഷ. അതേപോലെയുള്ള വാക്കുകളാണ് നിങ്ങൾ പറയണത്. ഒന്നുമില്ലെങ്കിൽ ഒരു പാവം പെൺകുട്ടിയല്ലേ, അതെന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കട്ടെ. ഇപ്പോൾ രേണു ഒരു വീഡിയോ ഇട്ടു. എന്താണ്, എനിക്ക് തൃശ്ശൂരിൽ നിന്ന് എന്നെ ഒരു ഇനോഗ്രേഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നെ പല പരിപാടിക്ക് ആൾക്കാർ വിളിക്കുന്നുണ്ട്. എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഡോക്ടർ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു, പോവരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിനും ഇപ്പോൾ പോകുന്നില്ല, എല്ലാം ശരിയായിട്ട് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിട്ടു. അതിൻ്റെ അടിയിൽ വന്നിട്ട് എന്തൊക്കെയാണ് പറയണത്. ഇതിപ്പോൾ രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സഹായിക്കാനായിട്ടൊരു പരിധിയില്ലേ ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയെ 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രോഗത്തിൻ്റെ കിടക്കയിൽ നിന്ന് കയറി പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണം. അത് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ആ കുട്ടീനെ ഇങ്ങനെ വളരെ മോശമായി സംസാരിക്കണമെന്ന് നിർത്തുക. നമുക്കിതുകൊണ്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല. ഈ കുട്ടീനെ തെറി പറഞ്ഞിട്ടോ അതിന് ചീത്ത പറഞ്ഞിട്ടോ അത് ഇടുന്ന വീഡിയോയുടെ അടിയിൽ വന്ന് കുറേ കമൻറ്റ് ചെയ്തിട്ടോ ആ കുട്ടി ഇടുന്ന വീഡിയോ എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അതിനും കുറേ ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അത് എടുത്തിട്ട് അപ്പോഴും ചീത്ത തന്നെ പറയണത്, കുറ്റം തന്നെ പറയണത്. അല്ലാണ്ട് നല്ലതൊന്നും ഇവരെ വായൊന്നും വരില്ല. അതല്ല ഏറ്റവും വലിയ രസം. നല്ലത് എന്തെങ്കിലും 4 വാക്ക് പറഞ്ഞിട്ട് ഒരു 10 രൂപ കിട്ടുമ്പോൾ അതിന് നമുക്കൊരു ഉപ്പ് സോഡ കുടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ബിരിയാണി തിന്നാനുള്ള കാശ് കിട്ടിയാലും ഈ ഒരു ട്രോളിയിട്ടും കുറ്റം പറഞ്ഞിട്ടും അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടും നിങ്ങൾക്ക് ബിരിയാണി മേടിക്കുന്ന കാശിന് നിങ്ങൾക്ക് ആ കാശ് കിട്ടിയിട്ട് നിങ്ങൾ ബിരിയാണി മേടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിലത് ചിലവിന് കൊടുത്താലും അതിലൊരു ശരികേടുണ്ട്. നമ്മളൊക്കെ സത്യസന്ധമായിട്ട് ആൾക്കാരെ പറ്റി ആൾക്കാർക്ക് വിഷമം ഉണ്ടാവുന്ന രീതിയിൽ സംസാരിക്കാണ്ടിരിക്കുക, ആൾക്കാരെ വിഷമപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക, നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. 10 വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ പോട്ടേന്നേ, വേണ്ട. നല്ലത് പറഞ്ഞ് കിട്ടുന്ന കാശിന് അതിനൊരു വിലയുണ്ട്, ഒരു സന്തോഷമുണ്ട്. നമുക്ക് രേണുവിൻ്റെ 1 മിനിറ്റുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും ഈ രോഗം വന്ന ഒരു മനുഷ്യനും രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലല്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ക് ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോവുകയും അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെടുത്ത വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയല്ലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വരുമാന മാർഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ്. ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അത് കേട്ടില്ലേ? ഇതിപ്പോൾ ഒരു വരുമാനമില്ലാണ്ടാണ് ആ കുട്ടി അവിടെ കിടക്കുന്നത്. അത് ആ കുട്ടി പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു റീലിട്ടുകൊണ്ട് അത് മനസ്സിൻ്റെ സന്തോഷത്തിന് ചെയ്യുന്നതാണ് ആ കുട്ടി. അത് ഒരു വേദനകൾ മറക്കാനും വിഷമങ്ങൾ മറക്കാനും ദുഃഖങ്ങൾ മറക്കാനും പാട്ടിന് കഴിയുമെന്ന് പറയില്ലേ, അതേപോലെ ഒരു രസത്തിനിടണം. അതൊരു വിഷമം മാറ്റാനും സങ്കടം മാറ്റണം. അതിൻ്റെ രൂപ കിട്ടാനൊന്നല്ല, അത് 10 പൈസ കിട്ടില്ല ഈ ഷോർട്ട് വീഡിയോ പാട്ട് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനും കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ല. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഋതപ്പന് മുട്ടടിച്ച ആ രേണുവിനെ കാണാൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതിനൊരു ടോപ്പ് വെച്ചു. ആ ടോപ്പ് വെച്ചപ്പോൾ അതിന് വന്നിട്ട്
ആൾക്കാരെ എന്തത് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ആ കുട്ടി ടോപ്പ് വെച്ച് നടക്കോട്ടെ, ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്താ തെറ്റ്? അതിലൊരു തെറ്റില്ലല്ലോ. ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ഇട്ടു, അതിന് റീലിട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനും വന്ന് ഒരുപാട് ചീത്തയും അതുപോലെ കാര്യങ്ങളൊക്കെ പറയണത്. അതെന്നെ എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് എന്ത് അഭിമാനം എന്നിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് യൂസ് വരും. ഈ രേണു സെലിബ്രിറ്റിയാണ്, സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മേനും മകനും തമ്മിൽ കൂട്ടി യോജിക്കരുത്. ഇവർ രണ്ടുപേരും അങ്ങോട്ട് തല്ലുകൂടി നിൽക്കണം. അതാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ സന്തോഷം. അതാ കിച്ചു അമ്മേനെ ചീത്ത പറഞ്ഞ് വീഡിയോ ഇടണം, രേണു കിച്ചുവിനെ ചീത്ത പറഞ്ഞ് വീഡിയോ ഇടണം. അപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ പിന്നെ അതിൻ്റെ അകം പുറം അന്വേഷിച്ച് നമ്മുടെ തലമുടി എടുത്ത് അത് കീറി 16 കഷ്ണമാക്കി അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടലായി തിക്കും തിരക്കായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ അമ്മയും മോനും ജീവിക്കട്ടെ. എങ്ങനെയെങ്കിലും അവർ റീലിട്ടോ അവരെന്തെങ്കിലും 10 രൂപ കിട്ടാനുള്ള വഴിയുണ്ടോ, അതുപോലെ തന്നെ ആ ക്യാൻസറിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരട്ടെ. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും രേണുവിന് നാളത്തെ കീമോ വിജയകരമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ആ കീമോ നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.